ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് SBI ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ്. അതായത് SBIയിൽ ഇലക്ട്രിക്കൽ സിവിൽ വിഭാഗത്തിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക്, യോഗ്യതയുള്ളവർക്ക്, പ്രത്യേകിച്ചും എക്സ്പീരിയൻസ് ഉള്ള യോഗ്യതയുള്ളവർക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് വഴി അസിസ്റ്റൻ്റ് മാനേജർ ആവാനുള്ള അവസരമുണ്ട്. ഒന്നുകൂടി പറയാം, ഇത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻ്റ് ആണ്. അതായത് മേഖലകളിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ്. ബാങ്കിൻ്റെ റെഗുലറായിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റിംഗ് അല്ല, ഇത് സ്പെഷ്യലിസ്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. അതായത് ഇലക്ട്രിക്കൽ മേഖലയിലും സിവിൽ മേഖലയിലുമാണ് നിയമനം വരിക. കൂടാതെ ഇതിനൊപ്പം തന്നെ ഫയർ ആൻഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിലും BE/BTech ഉള്ളവർക്ക് നിയമനം പറയുന്നുണ്ട്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ തസ്തികയ്ക്ക് അപേക്ഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് മതിയായ സിബിൽ സ്കോർ ഉണ്ടാകണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയയാണ്. സിബിൽ സ്കോർ ഇല്ലാത്ത, എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഈ ഒരു യോഗ്യതയ്ക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതല്ല. SBIയുടെ സൈറ്റിൽ കരിയർ ഓപ്ഷനിൽ കയറുമ്പോൾ അതിൽ റിക്രൂട്ട്മെന്റ് ഓഫ് സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസേഴ്സ് ഓൺ റെഗുലർ ബേസിസ് എന്ന നോട്ടിഫിക്കേഷൻ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. ഇതിന്റെ ആപ്ലിക്കേഷൻ വിൻഡോ 22/11/2024 തുടങ്ങി ഈ വരുന്ന 12-ാം തീയതി വരെയാണ് നമുക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റുന്നത്. അതായത് 12-ാം തീയതിക്ക് മുമ്പ് പേയ്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ ആപ്ലിക്കേഷൻ നടപടികളും കംപ്ലീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ആ ആപ്ലിക്കേഷനുകളെ പൂർണ്ണാർത്ഥത്തിലുള്ള ആപ്ലിക്കേഷനായിട്ട് SBI കൺസിഡർ ചെയ്യുകയും ആപ്ലിക്കേഷൻ പരിഗണിക്കുകയും ചെയ്യുകയുള്ളൂ. പേയ്മെന്റ് ഉൾപ്പെടെ എന്തെങ്കിലും സംഗതികൾ പെൻഡിംഗ് ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ അവർ പൂർണ്ണമായും പരിഗണിക്കുന്നതല്ല. ഇനിയും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഫയർ ആൻഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട തസ്തികയ്ക്ക് നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ അതിന് നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി പൂർണ്ണമായിട്ടും ഉണ്ടായിരിക്കണം. ഫിസിക്കൽ എഫിഷ്യൻസി ഉള്ളവർ മാത്രമേ ആ തസ്തികയ്ക്ക് അപേക്ഷിക്കേണ്ടതുള്ളൂ. ശാരീരികമായ എന്തെങ്കിലും തരത്തിലുള്ള വൈഷമ്യത ഉള്ളവർ ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടി, അതായത് ഫയർ ആൻഡ് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട തസ്തികയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടതില്ല. മാത്രമല്ല, ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷിക്കുന്നവരുടെ പ്രായപരിധി എന്ന് പറഞ്ഞാൽ 40 വയസ്സാണ്. ബാക്കി 2 തസ്തികയ്ക്കും ജനറൽ കാറ്റഗറിയുടെ പ്രായപരിധി എന്ന് പറയുന്നത് 30 വയസ്സാണ്. അത് ഒക്ടോബർ 1 എന്ന കണക്കിലാണ് കണക്കാക്കുന്നത്. ഈ കഴിഞ്ഞ ഒക്ടോബർ 1-ാം തീയതി ഈ പ്രായപരിധി കഴിയാത്തവരെയാണ് ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓരോ തസ്തികയുടെയും വ്യത്യസ്തമായ വിദ്യാഭ്യാസ യോഗ്യതകൾ നോക്കാം. ആദ്യമായിട്ട് അസിസ്റ്റന്റ് മാനേജർ എഞ്ചിനീയറിംഗ് സിവിൽ എന്നതാണ്. അതിന് മൊത്തം തസ്തികയുടെ എണ്ണം 42 ആണ്. ഈ 42 തസ്തികയിൽ SC വിഭാഗത്തിന് 6-ഉം ST വിഭാഗത്തിന് 3-ഉം OBCക്ക് 11-ഉം എക്കണോമിക് വീക്കർ സെക്ഷന് 3-ഉം അൺറിസർവ്ഡിന് 19-ഉം എന്ന രീതിയിലാണ് വേക്കൻസികളുടെ ഡിസ്ട്രിബ്യൂഷൻ. അടുത്തതായിട്ട് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണ്. ഇതിന് മുഴുവൻ വേക്കൻസികൾ 25 എണ്ണമാണ്. അതിൽ SCക്ക് 3-ഉം STക്ക് 1-ഉം OBCക്ക് 6-ഉം EWSന് 2-ഉം ജനറലിന് അല്ലെങ്കിൽ അൺറിസർവ്ഡിന് 13-ഉമാണ് ഉള്ളത്. അങ്ങനെ രണ്ടും കൂടി 67 തസ്തികകളാണ് മൊത്തത്തിൽ ഈ രീതിയിലുള്ളത്. ഈ തസ്തികയ്ക്ക് റിട്ടൺ എക്സാമിനേഷനും ശേഷം ഇന്റർവ്യൂവും ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയും അടുത്തതായിട്ട് നമുക്ക് ഇതിലുള്ളത് അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ എഞ്ചിനീയർ ഫയർ ആണ്. ഈ ഒരു തസ്തികയിലേക്ക് ഏറ്റവും കൂടുതൽ വേക്കൻസികൾ കാണുന്നു. 101 വേക്കൻസിയാണ് ഉള്ളത്. ഇതിൽ 10 വേക്കൻസികൾ എക്കണോമിക് വീക്കർ സെക്ഷനും അൺറിസർവ്ഡിന് 42 വേക്കൻസിയും OBCക്ക് 26-ഉം STക്ക് 7-ഉം SCക്ക് 16-ഉമാണ്. അങ്ങനെ മൊത്തം 101 വേക്കൻസികളാണ് ഈ ഒരു തസ്തികയിൽ ഉള്ളത്. ഈ 2 തസ്തികകൾക്കും അതിൽ ആദ്യമായിട്ടുള്ള അസിസ്റ്റന്റ് മാനേജർ സിവിലും അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കലിന്റെയും പ്രായപരിധി 30 എന്ന് ആദ്യം പറഞ്ഞിരുന്നു. അത് ഇവിടെയും ആവർത്തിച്ച് കൊടുത്തിരിക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫയർ ആണ്. ഫയറിന് പ്രായപരിധി 40 എന്ന് എടുത്ത് പറയുന്നു. 40 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് കൺസിഡർ ചെയ്യുന്നത് 1/10/2024 എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. ഈ ഒരു പ്രായപരിധിയാണ് ഈ ഒരു മാസത്തിലെ 1/10/2024 ഡേറ്റിനെ അനുസരിച്ചുകൊണ്ടായിരിക്കും നിങ്ങളുടെ പ്രായം കണക്കാക്കുന്നത്. ഇനിയും ഓരോ തസ്തികകൾക്കും വേണ്ട യോഗ്യതകൾ നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് നമുക്ക് നോക്കുവാനുള്ളത് അസിസ്റ്റന്റ് മാനേജർ എഞ്ചിനീയർ സിവിൽ ആണ്. സിവിൽ എന്ന് പറയുന്ന തസ്തികയിലേക്ക് എത്തുമ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ബാച്ചലർ ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, മാത്രമല്ല അതിന് 60% കുറയാത്ത മാർക്കും ഉണ്ടായിരിക്കണം. അതായത് 60% താഴെയുള്ള ആരും തന്നെ ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷിക്കേണ്ടതില്ല. അതിനൊപ്പം തന്നെ എസെൻഷ്യൽ ആയിട്ട് തന്നെ മിനിമം 2 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകളിൽ പ്രവർത്തിച്ച് വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ, ബാങ്ക് പറയുന്ന നോട്ടിഫിക്കേഷൻ പറയുന്ന മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള 2 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസും ഉള്ളവർക്ക് മാത്രമേ ഈ ഒരു പോസ്റ്റിൽ അപേക്ഷിക്കാൻ ഒക്കെയുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തതായിട്ട് അസിസ്റ്റന്റ് മാനേജർ ഇൻ ഇലക്ട്രിക്കൽ ആണ്. ഇലക്ട്രിക്കൽ തസ്തികയിലേക്ക് എത്തുമ്പോഴും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ഗ്രാജുവേഷൻ ഒപ്പം തന്നെ 60% കുറയാത്ത മാർക്ക് മസ്റ്റാണ്. 60% താഴെയുള്ളവർക്കാർക്കും ഇതിൽ അപേക്ഷിക്കാൻ ഒക്കുന്നതല്ല. മാത്രമല്ല ഇവിടെയും മിനിമം 2 ഇയർ എക്സ്പീരിയൻസ്, ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ
ഉണ്ടായിരിക്കണം. അതിൻ്റെ നോട്ടിഫിക്കേഷനിൽ കൃത്യമായി നിങ്ങൾ നോക്കിയാൽ നിങ്ങളുടെ പ്രവൃത്തി മേഖലയുമായി ബന്ധപ്പെട്ട ഇത് നിങ്ങൾക്ക് വ്യക്തമാവുകയും അതുള്ളവർ മാത്രം ഇത് അപേക്ഷിച്ചാൽ മതി, ഇല്ലാത്തവർക്ക് ഇത് അപേക്ഷിക്കാൻ ഒക്കില്ല. ഇനിയും അടുത്ത തസ്തിക എന്ന് പറയുന്നത് അസിസ്റ്റന്റ് മാനേജർ എഞ്ചിനീയർ ഫയർ ആണ്. ഫയറുമായിട്ട് ബന്ധപ്പെട്ട ഒരു തസ്തികയിലേക്ക് വരുമ്പോൾ ഇവിടെ കുറേ അധികം യോഗ്യതകൾ പറയുന്നുണ്ട്. അതിൽ തന്നെ ബിടെക് BE പോലെ ഡിഗ്രിയും ഒപ്പം തന്നെ ഗ്രാജുവേഷന് സമാനമായ ഡിഗ്രിയും പറയുന്നുണ്ട്. ഇതിൽ 2 തരം എക്സ്പീരിയൻസ് കൂടി അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ നിങ്ങൾക്ക് എടുത്തിരിക്കുന്ന എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ BE ഫയർ ആൻഡ് സേഫ്റ്റി ആണ്, അല്ലെങ്കിൽ ബിടെക് ഫയർ ആൻഡ് സേഫ്റ്റി ആണ്, അതുപോലെയുള്ള യോഗ്യതകളാണ് എങ്കിൽ നിങ്ങൾക്ക് 2 വർഷത്തിൽ കുറയാത്ത ഫീൽഡ് ഫയർ എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത്. ഇനിയും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈസ് ഗ്രാജുവേറ്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് ഇന്ത്യ ആൻഡ് UK കാറ്റഗറിയിലാണ് നിങ്ങൾ എടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 3 വർഷത്തിൽ കുറയാത്ത എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അത് സ്റ്റേഷൻ ഓഫീസറിന് ഈക്വലന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരിക്കണം എന്നുകൂടി എടുത്തു പറയുന്നുണ്ട്. ഈ 2 യോഗ്യതകൾ ഉള്ളവർ മാത്രമേ ഈ ഒരു തസ്തികയ്ക്ക് അപേക്ഷിക്കേണ്ടതുള്ളൂ. ഇനിയും ഇതിന്റെ പരീക്ഷകളുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ഏത് രീതിയിലാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്ന പ്രൊസീജിയർ എന്നുള്ളത് നമുക്ക് കിടക്കാം. റിട്ടേൺ ടെസ്റ്റ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ തസ്തികൾക്കും റിട്ടേൺ ടെസ്റ്റ് ഇല്ല. സിവിലിനും ഇലക്ട്രിക്കലിനും റിട്ടേൺ ടെസ്റ്റുകളുണ്ട്. അതിൽ റിട്ടേൺ ടെസ്റ്റിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണുള്ളത്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ആൻഡ് പ്രൊഫഷണൽ നോളജ് എന്നിങ്ങനെ 2 മേഖലയായിട്ട് തിരിച്ചിരിക്കുന്നു. അതിൽ ജനറൽ ആപ്റ്റിറ്റ്യൂഡിൽ ടെസ്റ്റ് ഓഫ് റീസണിങ് ഉണ്ടാവും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ടായിരിക്കും. അതിൽ ടെസ്റ്റ് ഓഫ് റീസണിങ്ങിൽ 50 മാർക്കും, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ 35 മാർക്കും, ഇംഗ്ലീഷ് ലാംഗ്വേജിൽ 35 മാർക്കും, അതായത് മാർക്ക് വീതവും അവർ ക്യാരി ഓവർ ചെയ്യുന്നു. അങ്ങനെ 90 മാർക്ക് ഈ ഒരു മേഖല ക്യാരി ഓവർ ചെയ്യുന്നു. ഇനി സിവിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ നിന്ന് 50 ക്വസ്റ്റ്യനും 100 മാർക്കുമായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതിന് 45 മിനിറ്റുമാണ് ഉണ്ടാവുക എക്സാമിനേഷൻ. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്ത് 2 സെക്ഷനിലും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മാർക്കുകൾ ഇവിടെ ക്രൈറ്റീരിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ആപ്ലിക്കേഷൻ സൗജന്യമല്ല. അതിന് 780 രൂപയാണ്, 750 ആണ് ഈ ഒരു ആപ്ലിക്കേഷന് നിങ്ങൾ അപേക്ഷിക്കേണ്ടുന്ന ഫീസ്. അതായത് 750 ഒള്ളി എന്നാണ് SBI പറയുന്നത്. ഈ പേയ്മെന്റ് നിങ്ങൾ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാൻ പറ്റുകയുള്ളൂ. മാത്രമല്ല ഈ ആപ്ലിക്കേഷനിൽ പേയ്മെന്റ് ചെയ്യാത്ത പക്ഷം നിങ്ങളെ ആപ്ലിക്കേഷൻ നൽകിയതായിട്ട് കൺസിഡർ ചെയ്യുകയുമില്ല. അടുത്തതായിട്ട് ഇനി സെലക്ഷൻ പ്രോസസ്സാണ്. എങ്ങനെയാണ് നിങ്ങളെ സെലക്ട് ചെയ്യുന്നതെന്ന്. ഈ പറഞ്ഞ 3 തസ്തികയിലും ഒരേപോലെയല്ല സെലക്ഷൻ പ്രോസസ്സ് എന്നതുകൊണ്ടാണ് എടുത്തത് പറയേണ്ടി വന്നത്. നമ്മൾ ഓൾറെഡി റിട്ടേൺ എക്സാമിനേഷനെ പറ്റി പറഞ്ഞു. അതിൽ അസിസ്റ്റന്റ് മാനേജർ എഞ്ചിനീയർ സിവിൽ അല്ലെങ്കിൽ അസിസ്റ്റന്റ് മാനേജർ അല്ലെങ്കിൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഈ 2 തസ്തികയ്ക്കും ഓൺലൈൻ റിട്ടേൺ ടെസ്റ്റും അതിനുശേഷം ഇൻട്രാക്ഷനും ഉണ്ട്. അതിനുശേഷം മാത്രമേ നിങ്ങളെ സെലക്ട് ചെയ്യുകയുള്ളൂ. എന്നാൽ അസിസ്റ്റന്റ് മാനേജർ എഞ്ചിനീയർ ഫയർ എന്ന പോസ്റ്റിലേക്ക് അവർ കൊടുക്കുന്ന അപേക്ഷകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുകയും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത അപേക്ഷകളിൽ നിന്ന് നിങ്ങളെ എഞ്ചിനീയർ ഇൻട്രാക്ഷന് വേണ്ടി, അതായത് ഇന്റർവ്യൂ ഓറിയന്റഡ് പ്രോഗ്രാമിലേക്ക് വിളിക്കുകയും ചെയ്യുന്നു. അതിനുശേഷമാണ് റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. അതായത് 2 തസ്തികകൾക്ക്, അതായത് ഇലക്ട്രിക്കലും സിവിലുമായി ബന്ധപ്പെട്ട തസ്തികകളിൽ നമുക്ക് ഓൺലൈൻ ടെസ്റ്റ് കൂടിയുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ഉണ്ട് എന്ന് വ്യക്തമാകുന്നു. എന്നാൽ ഫയറുമായിട്ട് ബന്ധപ്പെട്ട റിട്ടേൺ ടെസ്റ്റ് ഇല്ല എന്നും ഡയറക്റ്റ് അവർക്ക് ഇന്റർവ്യൂവിലെയാണ് സെലക്ഷൻ നടക്കുന്നതെന്നും, അതായത് നിങ്ങൾ കൊടുക്കുന്ന അപേക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് നിർദ്ദിഷ്ട യോഗ്യതയുള്ളവരെ മാത്രം കൺസിഡർ ചെയ്ത് ഇന്റർവ്യൂവിന് വിളിച്ചുമായിരിക്കും അപ്പോയിൻമെന്റ് തരിക എന്ന് ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇനിയും ഇതിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഈ വെബ്സൈറ്റിലേക്ക് കയറുക. നമുക്ക് കാണാൻ പറ്റും, ഈ വെബ്സൈറ്റിലേക്ക് കയറാം. അതിൽ കൃത്യമായിട്ട് തന്നെ ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് SBI വെബ് കരിയേഴ്സ് എന്ന് പറയുന്നതിൽ നിങ്ങൾ കയറുമ്പോൾ ഈ ഒരു ഓപ്ഷൻ കാണാം. അതിൽ കയറിയിട്ട് താഴേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഡ്വർടൈസ്മെന്റ് നമ്പർ കാണാൻ പറ്റും. ഈ അഡ്വർടൈസ്മെന്റ് നമ്പർ നമുക്ക് നോക്കാം. CRPD/SCO/2024 25/18 എന്ന നമ്പറിൽ കാണാം. ഇതാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ. അതിൽ കയറി ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫോട്ടോ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അതിൽ നിന്ന് കിട്ടും. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽ അഡ്വർടൈസ്മെന്റ് വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വായിച്ചാൽ കൃത്യമായിട്ട് ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ മെഷർമെന്റും കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. യോഗ്യതയുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒരിക്കൽ കൂടി പറയട്ടെ, എക്സ്പീരിയൻസ് മസ്റ്റ് ആണ്. ഫ്രഷേഴ്സിന് നേരിട്ട് അപേക്ഷിക്കാൻ പറ്റത്തില്ല. എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളൂ. യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ യോഗ്യതയുള്ള എല്ലാവരും ഇതിന് അപേക്ഷിക്കുമെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.